عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله المتوحد بجلال ذاته وكمال صفاته، المتقدس في نعوت الجبروت عن شوائب النقص وسماته، والصلاة والسلام على سيدنا نبيه محمد المؤيد بساطح حججه وواضح بيناته، وعلى آله وصحبه هداة طريق الحق وحماته. أما بعد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, മറ്റു സുഹൃത്തുക്കളെ, കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്നു കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ചൈതന്യമായിരുന്ന ശൈഖുന ശൈഖുൽ മശായിഖ് ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി, അവിടുത്തെ ത്യാഗ സമ്പൂർണമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കഴിഞ്ഞ 5 പതിറ്റാണ്ട് മുമ്പ് വൈജ്ഞാനിക, സാംസ്കാരിക, ധാർമ്മിക കേരളത്തിന് അനുഗ്രഹത്തിന്റെ സൂര്യ തേജസ്സായി സമർപ്പിക്കപ്പെട്ട ഒതുക്കുങ്ങൽ ജാമിയ ഇഹ്യാ ഉസ്സുന്ന അൽ ഇസ്ലാമിയ, അതിന്റെ ഐതിഹാസികമായ ഗോൾഡൻ ജൂബിലി ആഘോഷം കഴിഞ്ഞ 2 വർഷങ്ങളായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമ്പൂർണ്ണ സമാപന മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 19, 20, 21 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ചരിത്രതുല്യനായ ആ മഹാത്മാവിന്റെ വിശുദ്ധ നാമം കൊണ്ട് അനുഗ്രഹീതമായ നഗരിയിൽ ഒതുക്കുങ്ങൽ മഖ്ദൂമാബാദിലെ ഉസ്താദുൽ അസാതീദ് നഗറിൽ അരങ്ങേറുകയാണ്. ആ ഉസ്താദുൽ അസാതീദിന്റെ വിശുദ്ധമായ പരിശ്രമം കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഇഹ്യാ ഉസ്സുന്ന എന്ന ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി നിർമ്മിതമായ സ്ഥാപനത്തെക്കുറിച്ചും കേരളീയ സമൂഹത്തോട് വിശദമായി സംസാരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അല്പം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക കൈരളിയുടെ ചരിത്രവും വർത്തമാനവും എടുത്ത് പഠിച്ച് പരിശോധിച്ച് ഒരു താരതമ്യത്തിന് നാം തയ്യാറാകുമ്പോൾ ആത്മീയ കേരളത്തിൽ കഴിഞ്ഞുപോയ മഹാപുരുഷന്മാരിൽ പ്രധാനിയാണ് മഹാനായ ഉസ്താദുൽ അസാതീദ് എന്നും പോരാ, ആ മഹാത്മാക്കളുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനീയരായ മഹത്തുക്കളിൽ തന്നെ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് മഹാനായ ശൈഖുന ഓക്കെ ഉസ്താദ് എന്നും വളരെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 1916 ജന്മം കൊണ്ട് 1946 വരെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് സ്വയം സമർപ്പിതനായി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ ശൈഖുന ഓക്കെ ഉസ്താദ് 1946 മുതൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്ന സംഭാവനകളെ ഉസ്താദുൽ അസാതീദ് എന്ന പരിശുദ്ധനായ
വിശുദ്ധനായ ആ നേതാവിന്റെ തിരുമുമ്പിൽ നിന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിവിധ തരം പ്രശ്നങ്ങളിലെ വിധികർത്താക്കളായി ഇറങ്ങിപ്പുറപ്പെട്ട മഹാത്മാക്കളായ പണ്ഡിതന്മാരെ കുറിച്ചും ഇഹ്യാ ഉസ്സുന്ന എന്ന ശൈഖുനായുടെ സ്വപ്ന സ്ഥാപനത്തിൽ നിന്നിറങ്ങി വന്ന മഹത്തുക്കളായ അഹ്സനിമാരെ കുറിച്ചും എടുത്ത് പരിശോധിക്കുമ്പോ ആ അഹ്സനിമാരും മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടങ്ങുന്ന ഉസ്താദുൽ അസാത്തീദിന്റെ പരിശുദ്ധരായ ശിഷ്യഗണങ്ങളെയും എടുത്ത് പരിശോധിക്കുമ്പോ അവരുടെ പ്രവർത്തന ഗോതകളെ എടുത്ത് പരിശോധിക്കുമ്പോ അവർ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നൽകാനിരിക്കുന്ന സംഭാവനകൾ എടുത്ത് പരിശോധിക്കുമ്പോ മഹാനായ ഓക്കെ ഉസ്താദ് കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പോലെ ഭാരതീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയും നിൽക്കരുത്, ആഗോള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ ശൈഖുന ഓക്കെ ഉസ്താദ് എത്രത്തോളം പ്രാധാന്യപൂർണനാണ് എന്ന് ശൈഖുനായുടെ ഈ പറഞ്ഞ സംഭാവനകളിൽ നിന്ന് വളരെ വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും സമൂഹത്തോട് ഉത്ബോധിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. വ്യക്തമായൊരു സാമ്യത, ചരിത്രപരമായൊരു സാമ്യത താൻ കടന്നുവന്ന ആത്മീയ വഴികളിലെ മഹത്തുക്കളുമായി തന്റെ പരിശുദ്ധമായ കുടുംബ പാരമ്പര്യത്തിൽ കഴിഞ്ഞുപോയ മഹാത്മാക്കളുമായി മഹാനായ ശൈഖുന തന്റെ ജീവിതയാത്ര കൊണ്ട് നേടിയെടുത്ത വിശുദ്ധമായൊരു സാമ്യത ആ മഹാനേതാവിന്റെ പരിശുദ്ധമായൊരു കറാമത്ത് തന്നെയാണ് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷണം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കൈരളി വിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ തനിമയോടെ തന്മയത്വത്തോടെ മാറോട് ചേർത്ത് കൊണ്ടു നടന്നുവെങ്കിൽ യമനിലെ പണ്ഡിത കുടുംബത്തിൽ നിന്ന് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ അൽ മഅ്ബരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന മഹാമനീഷിയായ പണ്ഡിതൻ പരിശുദ്ധമായ കേരളത്തിന്റെ ഇസ്ലാമിക വൈജ്ഞാനിക മണ്ഡലങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വന്നതോടെ ഈ കേരളത്തിന്റെ ഇസ്ലാമിക വൈജ്ഞാനിക ചരിത്രം മറ്റൊരു തലത്തിലേക്ക് മുന്നേറുന്നതാണ്. ചരിത്രം പരിശോധിക്കുമ്പോ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ മലബാറിന്റെ മക്കയെന്നറിയപ്പെടുന്ന പരിശുദ്ധമായ പൊന്നാനിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി വിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ സമുന്നതമായ നിലനിൽപ്പിന് വേണ്ടി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്ഥാപിച്ച പരിശുദ്ധമായ പൊന്നാനി പള്ളി ചരിത്രത്തിൽ മുസ്ലിം കേരളത്തിന്റെ ഭാഗധേയം എന്താണെന്ന് വളരെ വ്യക്തമായി അടയാളപ്പെടുത്തി തരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 5 നൂറ്റാണ്ട് മുമ്പ് പൊന്നാനി പള്ളി സ്ഥാപിച്ച് ആ പൊന്നാനി പള്ളിയുടെ അകത്തളങ്ങളിലിരുന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഇസ്ലാമിക വൈജ്ഞാനികതയുടെ പരിശുദ്ധ പ്രസരണത്തിന് നേതൃത്വം നൽകിയപ്പോ ആ വിശുദ്ധമായ മഖ്ദൂമിന്റെ സർവകലാശാലയിൽ നിന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ലഭിച്ചു. അവരുടെ നൂറുകണക്കിന് സമസ്യകൾക്ക് പൂരണം നൽകുന്ന വിധികർത്താക്കളെ ലഭിച്ചു. അവരുടെ ജീവിത പ്രയാസങ്ങളിൽ അവർക്ക് അത്താണിയാകുന്ന, അവരുടെ ഇല്ലായ്മകളിൽ അവർക്ക് അത്താണിയാകുന്ന, അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് അവലംബമാകുന്ന അവരുടെ ആത്മീയ നേതാക്കളെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ പൊന്നാനി പള്ളി എന്ന ഇസ്ലാമിക സർവകലാശാലയിൽ നിന്ന് കേരളീയ സമൂഹത്തിന് സംഭാവന നൽകപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു 5 നൂറ്റാണ്ട് മുമ്പ് കേരളീയ സമൂഹത്തിന് സംഭാവന നൽകിയ പണ്ഡിതന്മാർ, മഹാന്മാരായ മുസ്ലിയാക്കന്മാർ എന്ന വിശുദ്ധമായ ഒരു പദവിയോടെ, വിശുദ്ധമായ ഒരു നാമത്തോടെ കേരളത്തിന്റെ പള്ളി മിമ്പറുകളിലേക്ക് ഇമാമുകളായി നിയോഗിക്കപ്പെട്ട പണ്ഡിതന്മാർ കേവലം പള്ളി മിമ്പറുകളിലോ മെഹ്റാബുകളിലോ ഒതുങ്ങുന്ന പണ്ഡിതന്മാരായിട്ടല്ല അവരെ കേരളീയ സമൂഹം സ്വീകരിച്ചത്. മറിച്ച്
ഈ സമൂഹത്തിന്റെ മതപരമായ പ്രശ്നങ്ങളിലും അവരുടെ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളിലും അവരുടെ ഭൗതികമായ മറ്റനവധി നിരവധി പ്രശ്നങ്ങളിലും അവരുടെ കാർഷികമായ പ്രതിസന്ധികളിലും അവരുടെ ജീവിത വഴികളിലുണ്ടാകുന്ന തർക്കങ്ങളിലുമെല്ലാം അവരുടെ അത്താണികളായി പൂരണങ്ങളായി